ജിത്തു മാധവനും ഫഹദ് ഫാസിലും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആവേശത്തെ കുറിച്ച് എന്ന് പറയുന്നത് ആ സിനിമ കണ്ടിട്ടുള്ള ആവേശത്തിലാണ് ഞാനും. ഫാഫ സ്ഥിരം പിടിക്കാത്തൊരു റൂട്ടാണ് ഈ സിനിമയിൽ പിടിച്ചിരിക്കുന്നത്. എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് രംഗാണൻ. രംഗാണനെ അഴിഞ്ഞാടാൻ വേണ്ടിയാണ് ജിത്തു മാധവൻ എന്ന സംവിധായകൻ ഈ സിനിമയിലൂടെ വിട്ടിരിക്കുന്നത്. മലയാളമായിട്ടുള്ള 3 പിള്ളേര് കോളേജിൽ ചെന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നതും അവിടെ അവിടെ ഫൈറ്റും സീനിയേഴ്സുമായിട്ടുള്ള ഒരു റാഗിങ്ങും ഒക്കെ നടക്കുന്നു. പിന്നീട് ഒരു ചെറിയ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി ഇവര് ലോക്കൽ ഗാങ്സ് ലീഡറെ അന്വേഷിച്ച് നടക്കുന്നതും അങ്ങനെ രംഗാണനെ കണ്ടെത്തുന്നതൊക്കെയാണ് കഥ. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ആവേശം എന്ന സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. ഫുള്ളി എന്റർടൈൻമെന്റ് ആയിട്ടാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഇത് യൂഷ്വൽ പാറ്റേണിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയല്ല. അങ്ങനെ നിങ്ങൾ ഈ സിനിമയെ സമീപിക്കരുത്. കാരണം അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശയാകും ഫലം. ഇത് വ്യത്യസ്തമായ പാറ്റേണിലൂടെ ഫുള്ള് എന്റർടൈൻമെന്റ് മൂഡിലൂടെ വൈബ് ചെക്കിങ്ങിലൂടെ പോകുന്ന ഒരു സിനിമയാണ് ആവേശം. ഫാഫയുടെ രംഗാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് കൊണ്ട് പൊളിച്ചടക്കിയിരിക്കുകയാണ്. ഫാഫയാണ് ത്രൂ ഔട്ട് ഫിലിമിലും തകർത്തിരിക്കുന്നത്. ഇൻട്രോ മുതൽ ക്ലൈമാക്സ് പോർഷൻ വരെ ഫാഫയുടെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള അഴിഞ്ഞാട്ടമാണ് ആവേശം എന്ന സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫഹദ് ഫാസിലിനെ ആവേശം എന്ന സിനിമയിൽ നോക്കി കഴിഞ്ഞാൽ കാണത്തില്ല. ഗംഭീരമായിട്ടുള്ളൊരു മേക്ക് ഓവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡില് സ്ലാങ്ങില് അദ്ദേഹം പിടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റൈലില് എല്ലാത്തിനും വ്യത്യസ്തത രംഗാണൻ എന്ന കഥാപാത്രത്തിന് ഫഹദ് ഫാസിൽ കൊടുത്തിട്ടുണ്ട്. ആ സിനിമയില് അതായത് ആവേശം എന്ന ഈ സിനിമയിൽ അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് വർക്കൗട്ട് ആയി എന്നുള്ളതും വളരെ രസകരമായിട്ടുള്ളൊരു എന്റർടൈൻമെന്റ് ഫാക്ടറാണ്. അടിപൊളി എമോഷൻസ് ആയാലും കോമഡി ആയാലും ഫാഫയുടെ ഫൈറ്റ് ആയാലും എല്ലാം അടിപൊളി സാധനം തന്നെയാണ് ഈ സിനിമയിൽ. പിന്നെ ആ ഒരു ഫൈറ്റ് സീനിനെയൊക്കെയും അതുപോലെ ആ ക്യാരക്ടറിനെയൊക്കെ എലിവേറ്റ് ചെയ്യുന്നതിൽ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കും അടിപൊളിയായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സപ്പോർട്ട് ഗ്യാങ്ങിൽ വരുന്ന കഥാപാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ഈ സിനിമയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ആ 3 പിള്ളേരുടെ കഥാപാത്രങ്ങളും അടിപൊളിയായിട്ട് ഈ സിനിമയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ടോട്ടലി പൈസ വസൂൽ ഐറ്റം തന്നെയാണ്. നിങ്ങളൊരു 150 രൂപ മുടക്കി തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുവാണെങ്കിൽ ആ 150 രൂപയ്ക്കുള്ള റിട്ടേൺ സിനിമ തരുന്നുണ്ട്. റിപ്പീറ്റ് വാച്ച് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാഫയുടെ ആ ഒരു പെർഫോമൻസ് കാണുന്നതിന് വേണ്ടി റിപ്പീറ്റ് വാച്ചിന് തിയേറ്ററിൽ പോയാലും നഷ്ടമില്ല എന്നുള്ളതാണ്. പേഴ്സണലി സെക്കൻഡ് ഹാഫിനേക്കാൾ ഉപരി ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കുറെ കൂടി എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ചില സ്ഥലത്ത് വെച്ചിട്ട് ചെറിയ ചെറിയ ലാഗുകൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ലാഗിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഫാഫയുടെ ക്ലൈമാക്സിലെ ആ ഒരു 10 to 20 മിനിറ്റ്സിലെ ആ ക്ലൈമാക്സ് പോർഷനിലെ പെർഫോമൻസ് തന്നെയാണ്. അതും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ടോട്ടലി ജിത്തു മാധവൻ ആൻഡ് ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള നസ്രിയ നസീം, അൻവർ റഷീദ് ഇവരുടെ ഒരു ടീം വർക്ക് അടിപൊളിയായിട്ട് ഈ സിനിമയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ മോനെ എങ്ങനെ തിയേറ്ററിലേക്ക് പോകുമല്ലേ? തിയേറ്ററിലേക്ക് പോയി തന്നെ കാണാം കേട്ടോ. ഫോണിൽ കാണാൻ വേണ്ടിയിരിക്കല്ലേ. ഫോണിൽ കണ്ട ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യും. മോനെ അപ്പൊ തിയേറ്ററിൽ കാണാം കേട്ടോ.